ഹായ്, ഞാൻ ടൈംസ് പാർട്ട്ണർ എന്നാണ്. ഞങ്ങളുടെ കമ്പനി ചെന്നൈ ബേസ്ഡ് ആണ്. ഇത് ഞങ്ങളുടെ സർവീസ് CRM സോഫ്റ്റ്വെയർ ആണ് കോപ്പിയർ ഇൻഡസ്ട്രീസിന് വേണ്ടി. ആദ്യമായി യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഇന്ന് സർവീസ് CRMൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നതാണ്. ഇവിടെ കുറേ ടാബ്സ് ഉണ്ട് സർവീസിന് വേണ്ടി. ഇതാണ് ഞങ്ങളുടെ ഡാഷ്ബോർഡിൽ സെയിൽസ് ആൻഡ് സർവീസ് ഡാഷ്ബോർഡ് ഉണ്ട്. സർവീസ് ഡാഷ്ബോർഡിൽ അഡ്മിന് എല്ലാ ഡീറ്റെയിൽസും ഒരേ പേജിൽ കാണാൻ പറ്റുന്നതാണ്. ഡെയിലി, മന്ത്ലി, വീക്ക്ലി, ഇയർലി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. ജോബ് വ്യൂ, ഓപ്പൺ ജോബ്, അലോക്കേറ്റഡ് ജോബ്സ്, ഇൻസ്റ്റാളേറ്റഡ്, പെൻഡിങ് ഇൻസ്റ്റാളേറ്റഡ്, എവറി ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ജോബ് ഫിൽറ്ററിൽ നിങ്ങൾക്ക് ഓപ്പൺ ജോബ്സിലെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം. സർവീസിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടെക്നീഷ്യന് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഓപ്പൺ ജോബിലാണ് ഉണ്ടാവുക. അതുകൂടാണ്ട് എമർജൻസി, പെൻഡിങ് ഇൻസ്റ്റാളേഷൻ എല്ലാ ഡീറ്റെയിൽസും നമ്പേഴ്സും ഇവിടെ കാണാം. അതുകൂടാണ്ട് ടെക്നീഷ്യൻ പെൻഡിങ്സ്, ജോബ് ഡാഷ്ബോർഡ്, ഇൻവോയ്സ് ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇവിടെ ഓപ്ഷൻസ് ഉള്ളത് ഇൻകം ഫ്രം സർവീസ് വിത്ത് ഔട്ട്സ്റ്റാൻഡിങ്, ഇൻകം ഫോർ സ്പെയർസ് വിത്ത് ഔട്ട്സ്റ്റാൻഡിങ്സ്, ഇൻകം ഫ്രം കൺസ്യൂമേബിൾസ് വിത്ത് ഔട്ട്സ്റ്റാൻഡിങ്സ്, പിന്നെ ഓപ്ഷൻസ് ഫോർ വ്യൂ ടു ഇൻകം ഫ്രം AMC വിത്ത് ഔട്ട്സ്റ്റാൻഡിങ്സ്, പിന്നെ ഓപ്ഷൻസ് ടു അപ്ഡേറ്റ് ദ റീഡിങ്സ് വൈൽ കോൾ ഈസ് ക്ലോസ്ഡ്. റീഡിങ്സ് ഒക്കെ ജോബ്സ് ക്ലോസ്ഡ് ചെയ്താലും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ ഇയർലി, മന്ത്ലി ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. കംപ്ലീറ്റഡ് ജോബ്സ് ഇതൊക്കെ നമ്പേഴ്സാണ്. ഇതിപ്പം ഡെയിലി ക്ലിക്ക് ചെയ്താൽ ഡെയിലിയിലെ ഇൻസ്റ്റാളേഷൻ പെൻഡിങ് എത്രയാണെന്നെല്ലാം ഇവിടെ കാണാം. ഡെയിലിയിൽ ഇപ്പോൾ കംപ്ലീറ്റഡ് ജോബ്സ് 23 ആണ്, ഓപ്പൺ ജോബ്സ് 26 ആണ്, എമർജൻസി 7 ആണ്. അങ്ങനെയൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് കാണാം. ഇത് സർവീസിന് വേണ്ടി അഡ്മിന് വെരി യൂസ്ഫുൾ ആയിരിക്കും. ഒരു സർവീസും പെൻഡിങ് വരില്ല. കസ്റ്റമേഴ്സിനെ സെർച്ച് ചെയ്യേണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമർ എങ്കിൽ ജസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് ബ്ലാങ്ക് സെർച്ച് ടൈപ്പ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും ഈ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണും, കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അതുകൂടാണ്ട് പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യുന്നതെങ്കിലും വേറെ ഡേറ്റ്. ഇത് ക്ലയൻറ്റ് ലിസ്റ്റാണ്. ഫ്രോം ഡേറ്റ് ടു ഡേറ്റ് ആഡ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ ബ്രാൻഡ് നെയിം, മോഡൽ നെയിം, ഇൻഡസ്ട്രി, കോൺടാക്റ്റ് ടൈപ്പ് അതൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ വേണ്ടത് ബ്രാൻഡ് നെയിം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്താൽ ആ ബ്രാൻഡിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ വിസിബിളായിട്ട് വരുള്ളൂ. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. ഏത് ബ്രാൻഡാണ് കൂടുതലായിട്ട് സർവീസ് വേണ്ടത്, ഏതൊക്കെ കസ്റ്റമേഴ്സ് ആണെന്നെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ വരും. അതേപോലെ തന്നെ ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രിയാണ്, പിന്നെ കോൺട്രാക്ട് ടൈപ്പ്, AMC ആണോ, വാറണ്ടി ആണോ, എല്ലാം ഡീറ്റെയിൽസ് വരും. ഇവിടെ കസ്റ്റമറുടെ നെയിമും മെഷീൻ നെയിമുണ്ട്. മെഷീൻ നെയിമിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മെഷീൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വരും. അതുകൂടാണ്ട് കോൺട്രാക്ട് ഡീറ്റെയിൽസും വരും. ഞാൻ പുതിയതായിട്ട് ഒരു കസ്റ്റമറിനെ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം ആഡ് കസ്റ്റമറിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ബ്രാഞ്ച് ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ കമ്പനിക്ക് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ബ്രാഞ്ചിലേക്കാണ് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടെങ്കിൽ ബ്രാഞ്ച് നെയിം സെലക്ട് ചെയ്ത് കസ്റ്റമറിൻ്റെ നെയിം ഇവിടെ കൊടുക്കാം. ഇമെയിൽ ID കൊടുക്കാം. അത് FSR റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ഇമെയിൽ ത്രൂ കസ്റ്റമേഴ്സിന് പോകുന്നതാണ്. അതുകൂടാണ്ട് സ്റ്റേറ്റ്, സോൺ, ഏരിയ അതൊക്കെ ഇവിടെ സ്ക്രോൾ ഡൗൺ ബട്ടണിൽ സെലക്ട് ചെയ്യാം. അത് സ്ക്രോൾ ഡൗൺ ബട്ടണിൽ അവൈലബിൾ അല്ലെങ്കിൽ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്താൽ 1 ടൈം ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ഡൗൺ ബട്ടണിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് സോൺ സെലക്ട് ചെയ്യാം. സിറ്റി, മൊബൈൽ നമ്പർ, കസ്റ്റമറുടെ മൊബൈൽ നമ്പർ, ആഡ് കസ്റ്റമറിൻ്റെ പേജും നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അത് ഞങ്ങൾ ചെയ്തു തരും. നിങ്ങളെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൂടാണ്ട് ഏരിയ ഒക്കെ നിങ്ങൾക്കിത്
കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. മാസ്റ്റേഴ്സിൽ പോയിട്ട് ഇത് എൻക്വയറി ഫ്രോം, എവിടെ നിന്നാണ് എൻക്വയറി വന്നത് ഈ കസ്റ്റമർ, അത് സെലക്ട് ചെയ്യാം. ഇവിടെ മാസ്റ്റേഴ്സ് ഉണ്ട്. മാസ്റ്റേഴ്സിൽ പോയാൽ സ്റ്റേറ്റ്, സോൺ, ഏരിയ ഇതൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വൺ ടൈം ആഡ് ചെയ്താൽ സ്ക്രോൾ ഡൗൺ ബട്ടണിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ലീഡ് ടൈപ്പ് കോപ്പിയർ ആണോ ആർ ഒ ആണോ ഏതാണുള്ളത് സെലക്ട് ചെയ്യാം. പർപ്പസ് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിന് ഞാൻ ഇവിടെ പ്രൈസ് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആഡ് കൊടുക്കാം. സേവ് ചെയ്യാം. ഈ പേജൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാത്രം എത്ര കുറവ് വേണോ അല്ല കൂടുതൽ കോളംസ് വേണോ അതൊക്കെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, കസ്റ്റമർ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി അപ്ലോഡ് ചെയ്ത കസ്റ്റമറുടെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇവിടെ ഡീറ്റെയിൽസ് വരും. ഇവിടെ അപ്ഡേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ കസ്റ്റമർ ഡീറ്റെയിൽസൊക്കെ ഈ പേജിൽ വരും. ഇനിയാണ് ആഡ് മെഷീനിൽ ആഡ് ചെയ്താൽ കസ്റ്റമർ പർച്ചേസ് ചെയ്ത മെഷീൻ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാം. ഇതും കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാളേഷൻ ഡേറ്റ് കൊടുക്കാം, ബ്രാൻഡ് നെയിം, മോഡൽ നെയിം, മെഷീൻ നെയിം, ഇൻസ്റ്റാൾ ഡേറ്റ് ഇതൊക്കെ ആഡ് ചെയ്യേണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ട്. മാസ്റ്റേഴ്സിൽ പോയി നിങ്ങൾക്ക് ഇവിടെ മെഷീൻ സെലക്ട് ചെയ്താൽ മെഷീൻ ടൈപ്പ്, മെഷീൻ ബ്രാൻഡ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സ്ക്രോൾ ഡൗൺ ബട്ടണിൽ അത് അപ്ലോഡ് ആവും. അതുകൊണ്ട് ഉണ്ട് ഇൻസ്റ്റാൾ ഡേറ്റ് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്താൽ അതും ആഡ് ചെയ്യാം. എന്തൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് മെഷീൻസ് ഉണ്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും കോളംസ് വേണ്ടെങ്കിൽ അതും കസ്റ്റമൈസേഷൻ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ആഡ് ചെയ്ത് ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ബിൽ നമ്പർ, ബിൽ ഡേറ്റ് ഒക്കെ കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ മെഷീൻ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പേജിൽ തന്നെ കസ്റ്റമർ ഡീറ്റെയിൽസും മെഷീൻ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. മെഷീൻ്റെ നെയിമിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് വരും. ഇനിയാണ് കോൺട്രാക്ട് ഡീറ്റെയിൽസ്. ഈ മെഷീനിൻ്റെ കോൺട്രാക്ട് ഡീറ്റെയിൽസ് എന്തൊക്കെയുണ്ട് അതൊക്കെ ആഡ് ചെയ്യാം. സെയിം വേ ഇതും കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. കോൺട്രാക്ട് ഡേറ്റ് കൊടുക്കുക, കോൺട്രാക്ട് ടൈപ്പ്, കോൺട്രാക്ട് സ്റ്റേറ്റസ്, സപ്പോർട്ടഡ് ബൈ, സ്കീം, കോൺട്രാക്ട് കൗണ്ട്, എത്ര ടൈം നിങ്ങൾ സർവീസ് കൊടുക്കും, സർവീസ് എവറി മന്ത്ലി എത്രയാണ് അതൊക്കെ. സ്റ്റാർട്ടിംഗ് ഡേറ്റ് കൊടുത്താൽ ആൻഡ് ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ജനറേറ്റ് ആവും. ടാക്സ് ഡീറ്റെയിൽസ് അതൊക്കെ കൊടുക്കാം ഇവിടെ. മെഷീനിനെ സെലക്ട് ചെയ്യണം. ചില കസ്റ്റമേഴ്സിന് 2-3 മെഷീൻ ഉണ്ടാവും. അത് ഏത് മെഷീനാണ് കോൺട്രാക്റ്റ് കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യാൻ ഇവിടെ, എന്നിട്ട് ഓക്കെ കൊടുക്കും. അപ്പം കോൺട്രാക്ട് ഡീറ്റെയിൽസും സേവ് ആയിട്ടുണ്ട്. ഇവിടെ ഫുൾ ഒരു പേജിൽ തന്നെ കസ്റ്റമറിൻ്റെ നെയിം, മെഷീൻ ഡീറ്റെയിൽസ്, കോൺട്രാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയാണ് ജോബ് രജിസ്റ്റർ. മെഷീനിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ജോബ് റേസ് ചെയ്യേണ്ടെങ്കിൽ അവർ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോബ് രജിസ്റ്റർ ചെയ്യാം. കസ്റ്റമർ നെയിം ഇവിടെ ടൈപ്പ് ഓൾറെഡി വരും. ജോബ് ഡേറ്റ്, എപ്പോഴാണ് ഇത് കംപ്ലയിൻറ്റ് വന്ന ആ ഡേറ്റ്, മെയിൻ കംപ്ലയിൻറ്റ് എന്നാണുള്ളത് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ജോബ് ടൈപ്പ്, കോൺട്രാക്ട് ടൈപ്പ്, പാർട്ട് കംപ്ലയിൻറ്റ്, പ്രയോറിറ്റി, നോർമൽ, അർജൻറ്റ് ആണോ എന്നാന്നുള്ളത് കൊടുക്കാം. കമ്മിറ്റഡ് ഡേറ്റ്, എപ്പോഴാണ് ഈ സർവീസ് കൊടുക്കേണ്ടത്, ടെക്നീഷ്യൻ അലോക്കേറ്റ് ചെയ്യണം. ഏത് ടെക്നീഷ്യനെയാണ് സെൻഡ് ചെയ്യേണ്ടത് അവരെ സെലക്ട് ചെയ്താൽ അവിടെ സെലക്ട് ആവും. നോട്ടിഫിക്കേഷൻ അവരെ മൊബൈലിലേക്ക് പോവും, രജിസ്റ്റർ മൊബൈൽ നമ്പറിലേക്ക് പോവും. സേവ് ചെയ്യാം. ജോബ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇവിടെ FSR റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്, പ്രിൻറ്റ് ചെയ്യാം. ജസ്റ്റ് ഇത് ജോബ് ആപ്പിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് വേറൊരു വീഡിയോ ആയിട്ടുണ്ടാവും. ഇതിപ്പം ഒരു മോഡലിന് വേണ്ടി ഇവിടെ ഒരു FSR റിപ്പോർട്ടുണ്ട്. ഇത് നിങ്ങളെ മോഡൽ അനുസരിച്ച്, ഫോർമാറ്റ് അനുസരിച്ച് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. നിങ്ങളെ ലോഗോ എല്ലാം വെച്ചിട്ട് ആ ഒരു ഫോർമാറ്റ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ ജോബ് ഹിസ്റ്ററി ഒക്കെ ഇവിടെ വരും. ഒരു പേജിൽ തന്നെ ഫുൾ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, മെഷീൻ ഡീറ്റെയിൽസ്, കോൺട്രാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വരും. ഇവിടെ സർവീസ് റിപ്പോർട്ട്, സെയിൽസ് റിപ്പോർട്ട്, സർവീസ് റവന്യൂ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ കാറ്റഗറി സെലക്ട് ചെയ്യാം. റിപ്പോർട്ട് വൈസ്, ഫിൽട്ടർ റിപ്പോർട്ട് വൈസ്, ഏതെല്ലാം ഡേറ്റ് വൈസ് നിങ്ങൾക്ക് റിപ്പോർട്ട് വേണമെങ്കിൽ ഓൾ എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓൾ ദ ഡീറ്റെയിൽസ് വരും. കസ്റ്റമേഴ്സ് ആരൊക്കെ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യേണ്ട അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കസ്റ്റമറിനെയാണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമറിൻ്റെ നെയിം കൊടുക്കാം, ടൈപ്പ് ചെയ്യാം, എന്നാണ് വേണ്ടതെന്നുള്ള ഈ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും.
മെഷീൻ ഡീറ്റെയിൽസ്, കോൺട്രാക്ട് ഡീറ്റെയിൽസ്, സെപ്പറേറ്റ് ആയിട്ട് ഏത് റിപ്പോർട്ട്സും നിങ്ങൾക്ക് നോക്കണ്ടെങ്കിൽ ഇവിടെ നോക്കാം. അഡ്മിന് ഇതുവരെ യൂസ്ഫുള്ളാണ്. അവർക്ക് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും സർവീസിൻ്റെ റിപ്പോർട്ട്സും ഒക്കെ വൺ ടൈം വ്യൂ ചെയ്യാൻ പറ്റും. എവിടെ നിന്നായാലും അവർക്ക് സോഫ്റ്റ്വെയർ ത്രൂ വ്യൂ ചെയ്യാൻ പറ്റും. ഇവിടെ സർവീസ് റിപ്പോർട്ട് ഫിൽറ്റർ ഉണ്ട്, റവന്യൂ റിപ്പോർട്ട് ഫിൽറ്റർ ഉണ്ട്. അത് ഫ്രോം ഡേറ്റ് അപ് ടു ഡേറ്റ് കൊടുത്താൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതുകൂടാതെ ബ്രാൻഡ് വൈസ്, എക്സിക്യൂട്ടീവ് വൈസ്, കാറ്റഗറി വൈസ് അതൊക്കെ ഫിൽറ്റർ ചെയ്യാം. ഇത് വെരി യൂസ്ഫുള്ളാണ്. ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എക്സിക്യൂട്ടീവ് എന്നാണ് ചെയ്തത്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പെൻഡിങ് പേയ്മെൻറ്റ് എത്രയാണ്, എമൗണ്ട് എത്രയാണെന്നെല്ലാം ഒക്കെ ഇവിടെ വരും. റിസീവ്ഡ് എത്രയാണ്, പെൻഡിങ് എത്രയാണെല്ലാം ഇവിടെ ഡീറ്റെയിൽസ് വരും. ഇതാണ് ഡീറ്റെയിൽസ്. നെറ്റ് എമൗണ്ട്, റിസീവ്ഡ് എമൗണ്ട്, പെൻഡിങ് എമൗണ്ട്, ഏതാണ് കസ്റ്റമർ എന്നും ഏതാണ് എക്സിക്യൂട്ടീവ് എന്നും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇത് എക്സൽ ഷീറ്റിലും നിങ്ങൾക്ക് സേവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. സോഫ്റ്റ്വെയർ വെരി യൂസർ ഫ്രണ്ട്ലി ആണ്. ഫസ്റ്റ് ടൈമായിട്ട് കാണുമ്പം കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അത് യൂസ് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ യൂസ്ഫുൾനെസ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇതാണ് ഫോർമാറ്റ്. ചേഞ്ച് ചെയ്യാം. ഏതും ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ സർവീസ് റിപ്പോർട്ടൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബ്രാൻഡ് വൈസ് എല്ലാം ഓരോ സെപ്പറേറ്റ് ആയിട്ട് അത് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓവറോളായിട്ട് വേണ്ടെങ്കിൽ അത് എക്സൽ ഷീറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതും പറ്റുന്നതാണ്. സെർച്ച് കൊടുത്താൽ എല്ലാ ഡീറ്റെയിൽസും സ്പെയർ വൈസും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കാറ്റഗറി AMC, ഏതൊക്കെ AMC കസ്റ്റമേഴ്സാണ് പെൻഡിങ് ഉള്ളത്, അവരുടെ പേയ്മെൻറ്റ് എത്രയാണ് പെൻഡിങ് ഉള്ളത്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. ജോബ് വ്യൂവിൽ പോയാൽ കസ്റ്റമർ വ്യൂ, ഡാഷ് ബോർഡ് എല്ലാം ഇവിടെ ഉണ്ടാവും. ഇന്നത്തെ ഡീറ്റെയിൽസ് വന്നതും ഒക്കെ ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് അപ്ലോഡ് ആവും. ജോബ് വ്യൂവിൽ പോയാൽ ജോബ് ഓൾറെഡി അലോക്കേറ്റഡ് ചെയ്തുകൊണ്ട് അലോക്കേറ്റഡ് ഫോമിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ നെയിം വൈസ്, കസ്റ്റമർ നെയിം വൈസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ജോബ് ഏതെല്ലാം പെൻഡിങ് ആണ്, ഓപ്പണിലാണോ, അലോക്കേറ്റഡിലാണോ, ഇൻ പ്രോഗ്രസ്സിലാണോ, അതോ കംപ്ലീറ്റഡ് ഫോമിലാണോ എല്ലാം കാണാൻ പറ്റും ഇവിടെ. വൺ ടൈം ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര യൂസർ ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഇൻട്രസ്റ്റഡ് എങ്കിൽ ഞങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഞങ്ങൾ ഓൺലൈൻ ഡെമോ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അതുകൂടാണ്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അത് ട്രെയിനിങ്ങും കൊടുക്കുന്നതാണ്. ത്രൂ ഔട്ട് സപ്പോർട്ടും ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെസ്സേജ് ചെയ്യാം. We are very happy to help you out, and thank you so much for your valuable time. Please do message us, and നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഡെമോ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. താങ്ക് യു സോ മച്ച്.